ശബരിമല സന്നിധാനത്ത് ഭക്തരുടെ വൻ തിരക്കാണ്. ഇന്ന് ഇതുവരെ 70,000 പേരാണ് സന്നിധാനത്തെത്തി ദർശനം നടത്തിയത്. നടപ്പന്തലുകളിൽ ഭക്തരുടെ നീണ്ട ക്യൂ ആണ്. മണിക്കൂറുകളോളം ക്യൂ നിന്നാണ് ഭക്തർക്ക് ദർശനം സാധ്യമാകുന്നത്. അതേസമയം തങ്കഅങ്കി ഘോഷയാത്രയുടെ ഭാഗമായി 25, 26 തീയതികളിൽ സന്നിധാനത്തെ വെർച്വൽ ക്യൂ സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. 25-ന് 50,000 തീർത്ഥാടകരെയും മണ്ഡല പൂജ നടക്കുന്ന 26-ന് 60,000 തീർത്ഥാടകരെയുമാണ് വെർച്വൽ ക്യൂ വഴി ദർശനത്തിന് അനുവദിക്കുക. 2 ദിവസങ്ങളിലും സ്പോട്ട് ബുക്കിംഗ് 50,000 വീതമായി പരിമിതപ്പെടുത്തുമെന്നുള്ള വിവരങ്ങളൊക്കെ വരികയാണ്. സന്നിധാനത്ത് നിന്ന് സോണൽ കൃഷ്ണയുണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. സോണൽ, ഓരോ വർഷം കഴിയുന്തോറും അയ്യനെ കാണാനായി എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ ക്രമാതീതമായിട്ടുള്ള വർധനയാണ് ഉണ്ടാകുന്നത്. ഇത്തവണ ആദ്യ ദിവസങ്ങളിലൊക്കെ അവിടെ നമ്മുടെ സന്നിധാനത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഓരോ റിപ്പോർട്ടർമാരും തരുന്ന വിവരങ്ങളും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ എങ്ങനെയാണ്, എത്രമാത്രം തിരക്കാണ് അനുഭവപ്പെടുന്നത്? ഒപ്പം തന്നെ തങ്കഅങ്കി ഘോഷയാത്രയുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണം. തീർച്ചയായിട്ടും ഇന്ന് വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതുപോലെ 18-ാം പടിക്ക് താഴെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഭക്തരെയാണ് നമ്മൾ രാവിലെ കണ്ട. നടപ്പന്തലിലും ഭക്തരുടെ നീണ്ട നിരയാണുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെയായിരുന്നു ഏറ്റവും കൂടുതൽ ഭക്തർ സന്നിധാനത്തേക്ക് എത്തിയത്. ഏകദേശം 97,000 അടുത്തുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഇന്ന് അതെല്ലാം തന്നെ മറികടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഔദ്യോഗിക തലത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. നമുക്കറിയാം, പ്രായമായ അമ്മമ്മ വരെ ഇവിടെ നിൽക്കുന്ന കാഴ്ച. അമ്മമ്മ, എങ്ങനെ തിരക്കുണ്ടായിരുന്നോ? എങ്ങനെ നടന്നാലോ മക്കളെ, എനിക്കിങ്ങനെ പടി കയറാൻ പറ്റിയല്ലോ. ഈശ്വരൻ്റെ ഒരു സൈഡ് സംബന്ധിച്ച് ഇപ്പം പോലെ പടി കയറി വരാൻ എനിക്ക് അനുവദിച്ചെൻ്റെ അയ്യപ്പൻ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഭഗവാനെ. എനിക്ക് എൻ്റെ ഭഗവാന്റെ അടുത്ത് വന്നതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് എന്നെ പടിയൊക്കെ ഒരു സൈഡ് ഒരു കാല് മൂടൂല. ആ കാലുകൊണ്ട് ഞാൻ എങ്ങനെ കയറിയായിരുന്നു മക്കളെ. എനിക്ക് ഇത്രയും ശക്തി എൻ്റെ ഭഗവാൻ തന്നല്ലേ മക്കളെ. എനിക്ക് അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എങ്ങനെയായിരുന്നു മലകയറ്റം? എങ്ങനെ ഉണ്ടായിരുന്നു? സോണൽ, ആ കൈകൾ നോക്കൂ, ആ കൈകൾ വിറയ്ക്കുന്നുണ്ട്. പിന്നെ പോലീസുകാരെല്ലാം ഈ എളുപ്പത്തിലുള്ള വഴി കൂടെ കയറ്റി വിട്ടത് എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്താണ് അമ്മൂമ്മയുടെ വീട്. അരുവിക്കരയാണ് അമ്മൂമ്മയുടെ വീട്. അപ്പോൾ ഒറ്റയ്ക്കാണ് വന്നത്. അപ്പോൾ ഞാൻ കണ്ടപ്പോഴേ അമ്മൂമ്മയും കൂടെ പിടിച്ചുകൊണ്ട് വന്നത്. പിന്നെ ഞാനും അച്ഛനും കൂടെ ഉണ്ടായിരുന്നു. അച്ഛനും കൂടെയാണ് അമ്മൂമ്മയെ കൊണ്ട് ഇങ്ങനെ വന്നത്. പോലീസുകാരൊക്കെ എളുപ്പമുള്ള വഴിയെ കയറ്റി വിട്ട. അപ്പോൾ അവരൊക്കെ സഹായിച്ച് അമ്മയ്ക്ക് നല്ല പാട്, കൈയൊക്കെ കണ്ട വിറയില്. അമ്മൂമ്മ എവിടെ നിന്ന് വരുന്നതാണ്? ആ മാളികപ്പുറം എവിടെ നിന്നുള്ളതാണ് സോണൽ? കയ്യിലുള്ള തേങ്ങ താഴേക്ക് വീണിട്ടുണ്ട്, ഒന്ന് എടുത്തു കൊടുക്കാം. കടയൊക്കെ ഉണ്ട്. പക്ഷേ ഈ അമ്മയുടെ കഥ വളരെ ഹൃദയസ്പർശിയാണ് എന്നുള്ളത് നമുക്ക് ആവർത്തിച്ച് പറയേണ്ടി വരും. കാരണം അമ്മമ്മ ഒറ്റയ്ക്കാണ് മല ചവിട്ടി വന്നത്. അമ്മമ്മയുടെ വീട്ടിനടുത്തുള്ള ഒരു പയ്യനും അവൻ്റെ അച്ഛനുമാണ് അമ്മമ്മയെ കൊണ്ടത്. ഈ മലയെല്ലാം തന്നെ കയറി അമ്മമ്മ അയ്യപ്പനെ കാണണമെന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് സന്നിധാനത്തേക്ക് എത്തിയത്. ഈ കാഴ്ചകളൊക്കെ തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ളത് എന്നുള്ളതാണ്. കാരണം മണിക്കൂറുകളോളം വരി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. എങ്കിൽ പോലും തളരുന്നില്ല. ഈ വാർദ്ധക്യ കാലത്തും 74 വയസ്സായിട്ടുണ്ട് അമ്മമ്മയ്ക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അമ്മമ്മ ഈ പടി കയറി, മല കയറി, നീലിമലയും ഈ കുത്തനെയുള്ള കയറ്റങ്ങളും എല്ലാം തന്നെ കയറി അയ്യപ്പനെ കാണാൻ വേണ്ടി 18-ാം പടിക്ക് താഴെ എത്തി നിൽക്കുന്ന കാഴ്ചയാണ്. അല്പസമയം മതി അമ്മമ്മയ്ക്ക് അയ്യപ്പനെ കാണാൻ. സന്നിധാനത്ത് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ആ ദൃശ്യങ്ങൾ തന്നെ മതിയല്ലോ അല്ലേ?